ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഐറ്റംസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നും ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാന വിഭവമായിട്ടുള്ള അവിയലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ ഇന്നും നമ്മളെ സഹായിക്കാൻ വേണ്ടി പൊന്നും അമ്മയൊക്കെ ഉണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മളെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് നോക്കാം. നമുക്ക് കുറച്ച് പയർ വേണം, അതുപോലെ തന്നെ കുറച്ച് വാഴക്ക വേണം, അതുപോലെ തന്നെ ചേന വേണം, കുറച്ച് കരിവേപ്പില വേണം, മുരിങ്ങക്കായ വേണം, അതുപോലെ തന്നെ കയ്പ്പ വേണം, ക്യാരറ്റ് വേണം. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ തേങ്ങയും തൈരും പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ് മിക്സിയിൽ. പിന്നെ കുറച്ച് തൈര് വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണേ. നമുക്ക് ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വിഭവം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതിൻ്റെ കൃത്യമായ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതാ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചേനയും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കും പയറും ക്യാരറ്റും കയ്പ്പയും മുരിങ്ങക്കായും എല്ലാം കൂടി നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുകയാണ് വേണ്ടത്. അപ്പോൾ അമ്മ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉരുളിയിലേക്ക് ഇടുകയാണ്. അത്യാവശ്യം തോനെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു 2-3 ദിവസം വെച്ചാലും കേടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുകയാണേ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ തന്നെ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ച് വയ്ക്കുക. നമുക്കതൊന്ന് വെന്ത് വരേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടി. അപ്പോൾ ഗൈസ്, ഇതൊന്ന് വേവുമ്പോഴേക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമ്മളൊന്ന് അടപ്പ് മാറ്റി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് അടച്ച് വയ്ക്കുക. ഇനി വേകുന്നവരെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച തൈരും അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തത് ഈ കഷ്ണത്തിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സാധാ തൈര് കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കുകയാണേ. ഇത് നിർബന്ധമുള്ള കേസല്ല കേട്ടോ. കുറച്ച് പുളിക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അതുപോലെ ഇളക്കി റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഏകദേശം ഒരു 5 വട്ട കരിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ അവിയലിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് വീഡിയോയിലൂടെ. അല്ലേ, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ അവിയൽ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് ഉപ്പ് ലേശം കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഏകദേശം നല്ല രീതിക്ക് തന്നെ വെന്താലേ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് മൂടി വെച്ചതിന് ശേഷം നല്ലോണം ഒന്നുകൂടി തിളക്കട്ടെ. ഗൈസ്, നമ്മുടെ അവിയൽ ഇതാ നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് വാങ്ങി വെക്കുകയാണ് പുറത്തേക്ക്. എന്നിട്ട് വാങ്ങി വെച്ച നമ്മുടെ അവിയലിലേക്ക്
കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ അവിയൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അവിയൽ ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയണേ. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതും കൂടി ഒന്ന് ഞങ്ങളൊന്ന് അറിയിച്ച് തരണേ. ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ.